നിന്നും ഏകദേശം 3 മണിക്കൂർ പിന്നിട്ട് ഒരു ഉൾമലത്തിൽ വന്നു നിന്നു അവരുടെ വണ്ടി. അതിൽ കാശി ഇറങ്ങി. ഒപ്പം പിന്നിൽ നിന്നും ശ്രീയും പ്രണവും. മുന്നിലേക്ക് നോക്കുമ്പോൾ കുത്തിയൊഴുകുന്ന വലിയ ആറ്. ഇവിടെ നിന്ന് എങ്ങോട്ടായിട്ടാ നമ്മൾ പോകുക? പ്രണവ് ചോദിച്ചു. വാ, അത്രയും പറഞ്ഞ് കാശി സൈഡിൽ കൂടെയുള്ള മരങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് നടന്നു. ഇറക്കവും കയറ്റവും മാറി മാറി വരുന്ന ആ കാട്ടിലെ വഴി ഇടുക്കിലൂടെ കാശിക്കൊപ്പം പിന്നാലെ തന്നെ അവർ ചെന്നു. അവസാനം ചെന്ന് നിന്നത് അല്പം വലിപ്പത്തിലുള്ള ഒരു കുടിൽ പോലുള്ള വീടിലും. ഇവിടാണ് ഏട്ടൻ താമസിക്കുന്നത്? പ്രണവ് കാശിയെ നോക്കി ചോദിച്ചു. ലക്ഷ്യം, അതിലെത്താൻ താമസം എവിടെയായിരുന്നാലും. എന്താ പ്രണവേ? എങ്കിലും ഏട്ടൻ്റെ ജീവിത രീതി വെച്ച് ഇവിടെ എൻ്റെ കുഞ്ഞ് അവള് പോയി. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെയുള്ളപ്പോൾ കാശി എവിടെ ജീവിച്ചാലും അതിന് പ്രസക്തിയില്ല. എനിക്ക് വേണ്ടത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തൊരു ജീവനാണ്. ഒരാളെ മാത്രമേ എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ളവർ ഇപ്പോഴും ജീവനോടെ പുറത്ത് തന്നെ ഉണ്ട്. അടുത്ത ഏട്ടൻ്റെ ടാർഗറ്റ് അവൻ രാവൺ. അവൻ എങ്ങനെ കൊടുക്കാനാ കാശി നിന്റെ പ്ലാന്? ശ്രീ ചോദിച്ചു. അവനായി തന്നെ കുടുങ്ങും എൻ്റെ അടുത്ത്. അതെങ്ങനെ? അവൻ്റെ ജീവനും മരണത്തിനും ഇടയിൽ കിടക്കുന്ന സഹോദരനല്ലേ റാത്തൂർ. അവനിലൂടെ. എന്തായാലും നിങ്ങൾ വന്നുകൊണ്ട് പ്ലാൻ ഞാൻ അല്പം മാറ്റം വരുത്തി. അല്ലെങ്കിൽ അടുത്തത് വൈക അവളായിരുന്നു ലക്ഷ്യം വെച്ചത്. എന്നാൽ അവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ ഇവരിലും കുറച്ചുകൂടി തന്നെ കൊടുക്കണമെന്നുണ്ട്. അതിനാദ്യം അവൻ്റെ ചേട്ടിൽ കൂടെ അവനെനിക്ക് കിട്ടണം. ഒപ്പം രണ്ടും എൻ്റെ കാര്യങ്ങൾ കൊണ്ട് തന്നെ തീരണം. ഒരുത്തൻ ഇപ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങൾ കൊണ്ട് പാതി ചത്ത നിലയിലാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് മാത്രം കാശി വ്യക്തമായി പറഞ്ഞില്ല. റാത്തൂർ അവനെ പഴയ നിലയിൽ എത്തിക്കാൻ ഒരുപാട് പണം മുടക്കുന്നുണ്ട് രാവണും അവൻ്റെ തന്തയും കൂടെ ചേർന്ന്. പക്ഷേ ഒരു ഡോക്ടർമാർക്കും അവനെ പഴയ പോലെ ആക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് എനിക്കിതിന് സഹായം വേണ്ടത്. ശ്രീയെ നോക്കി കാശി പറയുമ്പോൾ അവൻ എന്തെന്ന രീതിയിൽ കാശി അടുത്തത് പറയാൻ പോകുന്നത് ആകാംക്ഷയോട് കേട്ട് നിന്നു. നീ അവിടെ ചെല്ലണം. രാവൺ അവനെ ചികിത്സിക്കാൻ ചെല്ലുന്ന ഡോക്ടറായിട്ട്. ഒപ്പം പ്രണവും ഉണ്ടാവും നിന്റെ കൂടെയുള്ള ആളായി തന്നെ. പോകുമ്പോൾ നിങ്ങൾ അവർക്ക് സംശയം തോന്നാത്ത വിധം ഡോക്ടർ ഗെറ്റപ്പിൽ തന്നെ ചെല്ലണം. അതിനുള്ള എല്ലാം ഞാൻ തന്നെ ചെയ്തുതരാം. പിന്നെ ഒരിക്കൽ പോലും അവർക്ക് സംശയം ഉണ്ടാവരുത്. അവർക്കൊപ്പമുള്ള രുദ്രവീർ അവൻ അവരിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് വേണം ചേട്ടനെയും മനിനെയും എനിക്ക് മുന്നിലെത്തിക്കാൻ. അതെപ്പോ എങ്ങനെയെന്നൊക്കെ വഴിയെ ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം അവിടേക്ക് നിങ്ങൾ പോകാനുള്ള വഴി ആദ്യം നോക്കും. അത്രയുമായിട്ട് കാശി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരുപാട് റിസ്ക് ഉള്ളതാണ്. നിങ്ങളെ ശത്രുരാജ്യത്തേക്കാണ് ഞാൻ പറഞ്ഞു വിടുന്നത്. ഒന്ന് തെറ്റിയാൽ നിങ്ങളുടെ ജീവന് പോലും ആപത്ത് സംഭവിച്ചേക്കാം. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ. അതുകൊണ്ട് ആലോചിച്ച് മതി. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. ഇല്ല കാശി, എല്ലാ വരമകൾ അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ നിനക്കൊപ്പം നിൽക്കുന്നത്. ഇത് ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. ഇവിടെ ഭഗവാനെ പോലും നമുക്കൊപ്പമാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഭയക്കേണ്ട ശത്രുക്കളാണ് നമ്മളെല്ലാം. അവിടെ നാശം ഈ നിൽക്കുന്ന കാശിയുടെ കരങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞാണ്. അവിടെ ഞങ്ങൾക്ക് ഭയമില്ല. എന്തെങ്കിലും സംഭവിക്കുമെന്നും ഈ യുദ്ധം തീരുന്നവരെ കാശിയുടെ ഇടയും വലവും തന്നെ ഞാനും പ്രണവും ഉണ്ടാവും. കാശി അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. ഒപ്പം ചുണ്ടിൽ ക്രൂരമായ ചിരി ഉതിർന്നു. തൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികൾ അടുത്ത ആളെയും തൻ്റെ കാൽക്കീയിൽ കിട്ടാൻ പോകുന്നുള്ള അതിക്രൂരമായ പുഞ്ചിരി. അന്ന് ദിവസം പാറുവിൻ്റെ കൂടെ തന്നെ ദേവും കാവ്യയും ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ അലൻ്റെ വിവാഹ സദ്യ ഒരുക്കി. അതൊക്കെ എല്ലാവരും ഒത്തിരുന്ന് കഴിക്കുമ്പോഴും എല്ലാവർക്കുള്ളിലും കുഞ്ഞയും കാശിയും ഓർത്ത് നൊമ്പരവും അനുഭവപ്പെട്ടു. വൈകുന്നേരം നാളെ രാവിലെ വരെ എന്ന് പറഞ്ഞ് പാറുവിനെ കള്ളുമ്മ കൊടുത്തുകൊണ്ട് ദേവ് തൻ്റെ അമ്മ ശോഭയുടെ കൂടെ വീട്ടിലേക്ക് പോയത്. അവർ പോയി കുറച്ച് കഴിയുമ്പോൾ പാറുവിനെ കൂട്ടി ബാക്കിയെല്ലാവരും ഇപ്പോഴത്തെ വീട്ടിൽ വന്നിരുന്നു. അവസാനം അലനും ജെനിയും അച്ഛനും അമ്മയും മാത്രമായി ആ വീട്ടിൽ. ജെനി വരുമ്പോൾ അവളെക്കാത്ത് അലൻ ഇരിപ്പുണ്ടായിരുന്നു. അവൾ അകത്ത് കയറി കയ്യിലിരുന്ന പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച ശേഷം ഡോർ അടച്ച് കുറ്റിയിട്ടു. ഒപ്പം അലൻ്റെ അടുത്തായി ബെഡിലിരുന്നു. അലൻ അവളെ ഒന്ന് നോക്കി. ആദ്യമായി അവൾക്കിടയിൽ മൗനം കടന്നുകൂടിയ നിമിഷങ്ങൾ. എന്നാൽ അതിന് വിരാമം കുറിച്ചുകൊണ്ടെന്ന വണ്ണം ജെനി പറഞ്ഞു തുടങ്ങി. ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ്. ഒരു ഭാര്യ എന്ന നിലയിൽ അവളുടെ ഭർത്താവിൻ്റെ എല്ലാ ആഗ്രഹത്തിനും ഒത്തുനിന്ന് കൊടുക്കേണ്ട ആദ്യ ദിവസം. എന്നാൽ ഇന്നും പരസ്പരം ഉള്ളൊരു കൂട്ടിച്ചേലിന് ഞാനൊട്ടും തയ്യാറല്ല. അലൻ അവളെ ഒന്ന് നോക്കി. എൻ്റെ പാറു അവളെനിക്ക് കൂട്ടുകാരി മാത്രമല്ല, എൻ്റെ സ്വന്തം സഹോദരിക്ക് തുല്യം തന്നെയാണ്. ഇന്ന് അലനേട്ടനെ എനിക്ക് കിട്ടാൻ കാരണം അവൾ തന്നെയാണ്. കാരണം കാശേട്ടനെ അവൾ വിവാഹം ചെയ്തിരുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുകയോ ഇങ്ങനെ ഒരുമിച്ച് ഒരു റൂമിൽ അലനേട്ടൻ്റെ താലിക്കും സിന്ദൂരത്തിന് അവകാശിയായി വന്നു നിൽക്കാനും കഴിയില്ലായിരുന്നു. ഇന്നവൾ തൊട്ടടുത്ത വീട്ടിൽ ഹൃദയം തകർന്ന് കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഏട്ടനൊപ്പം സന്തോഷിക്കാൻ കഴിയുക? ഞാൻ ആഗ്രഹിച്ച ദിവസമാണിത്.
എന്നാൽ സന്തോഷിക്കാനാവുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കാശേട്ടൻ തിരിച്ചു വരുന്നവരെ നമുക്ക് രണ്ടുപേർക്കും നമ്മൾ രണ്ടുപേരെന്ന പോലെ കഴിയാം. എൻ്റെ പാറുവിൻ്റെ സന്തോഷം അവിടെ തിരിച്ചു വരുന്നു. അന്ന് ഞാനും അലനേട്ടനും സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം ജീവിച്ചു തുടങ്ങാം. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് ഏട്ടനോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഒരു ഭാര്യ എന്ന രീതിയിലുള്ള കടമ ഞാൻ. എന്നാൽ ബാക്കി അവളെ പറയാൻ അനുവദിക്കാതെ അലൻ തന്നെ പറഞ്ഞു തുടങ്ങി. ഇല്ല ജെനി, ഒരിക്കലും ഞാനങ്ങനെ ചിന്തിക്കില്ല. കാരണം ഈ വിവാഹം അത് കാശിയുടെ സാന്നിധ്യത്തിൽ നടത്താനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ തൻ്റെ വീട്ടുകാരുടെ ഒറ്റ പ്രശ്നത്താലാണ് ഇത്രയും വേഗം ഇങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ വിവാഹം നടന്നു പോയത്. നീ ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിച്ചത്. എന്നാൽ നീ എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഞാൻ പറയാൻ വിചാരിച്ചത് തന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞത്. ശരിക്കും നിന്റെ പുണ്യം തന്നെയാണ് ജെനി. അവൾ അവനെ നോക്കി ചിരിച്ചു. തൽക്കാലം ഫോർമാലിറ്റി തെറ്റിക്കണ്ട, ജസ്റ്റ് പാല് കുടിച്ചിട്ട് കിടക്കാം. എന്തായാലും താൻ കട്ടിൽ കിടന്നോ, ഞാൻ ആ സോഫയിൽ കിടന്നോളാം. അത്രയും പറഞ്ഞ് അവൾ കൊണ്ടുവന്ന പാലിൽ കുറച്ച് കുടിച്ചിട്ട് ബാക്കി പകുതി അവൾക്ക് നേരെ നീട്ടി. താൻ കുടിച്ചതിന്റെ ബാക്കി കുടിക്കുന്നവളെ ഒരു പുഞ്ചിരിയോടെ നോക്കിയെന്ന ശേഷം അവൻ പില്ലയും ബെഡ്ഷീറ്റും സോഫയിലേക്ക് കിടന്നു. ജെനി കുടിച്ച പാല് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച ശേഷം അവളും ബെഡിലേക്ക് കയറി ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. അപ്പോഴും ഇവരുടെ മുഖത്തും നിറഞ്ഞ പുഞ്ചിരി വിടർന്നു നിന്നു. ശ്രീജിത്തല്ലേ? ഞാൻ സാജൻ. കാശി പറഞ്ഞിരുന്നു. ഇതുവരെ അവർക്ക് എന്നിൽ സംശയം തോന്നിയിട്ടില്ല. ഇനി എല്ലാം ശ്രീജിത്തിന്റെ കരങ്ങളിലാണ്. കാശെല്ലാം പറയുന്നുണ്ട്. സാജൻ എന്നെ അവിടെ എത്തിച്ചാൽ മാത്രം മതി. തീർച്ചയായും മുന്നോട്ടുള്ള യാത്രയിൽ ശ്രീക്ക് ഭയം തോന്നിയില്ല. മറിച്ച് കാശിക്കും പാറുവിനും വേണ്ടി ഇത് ചെയ്തേ മതിയാവുന്ന ദൃഢമായ ചങ്കുറപ്പായിരുന്നു അവനിൽ നിറഞ്ഞു നിന്നത്. സാജനൊപ്പം ഡോക്ടർ ഗെറ്റപ്പിൽ അകത്തേക്ക് വന്ന ശ്രീ റാവണൊന്ന് നോക്കി. ഒപ്പം അവനൊപ്പം നിന്ന രുദ്രവിൻ എന്ന ക്രിസ്റ്റിയെയും. ക്രിസ്റ്റി ശ്രീ ആദ്യമായി കാണുന്നതുകൊണ്ട് അവനെ തന്നെ നോക്കി. എന്നാൽ ക്രിസ്റ്റിയെ കണ്ട ശ്രീയുടെ കണ്ണുകൾ ചുരുങ്ങി. അവന്റെ കണ്ണിൽ അവനെ കണ്ടതും സംശയം നീലിച്ചു. ഇത് അവനല്ലേ? പ്രണവ് കാണിച്ചെന്ന ജെനിക്ക് ഇഷ്ടമില്ലാതെ നടത്തിയ ആ നിശ്ചയത്തിൽ അവള് വരനായി നിന്നവൻ. അവന്റെ മനസ്സിലെ സംശയങ്ങൾ വീണ്ടും ഉരുണ്ടുകൂടി. എന്നാൽ അത് പുറത്ത് കാണിക്കാതെ അവൻ അവർക്കെതിരെ വന്നു നിന്നു. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ ശ്രീജിത്ത്. ഇദ്ദേഹം ഇന്ന് വരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ കേസും സക്സസ് ആവാതെ പോയിട്ടില്ല. ഇവിടെ ശ്രീ സാർ വന്നതുകൊണ്ട് നിങ്ങളുടെ ബ്രദർ രക്ഷപ്പെട്ടെന്ന് തന്നെ കരുതിക്കോളൂ. സാജൻ റാവണനെ നോക്കി പറഞ്ഞു. എനിക്കെൻ്റെ ചേട്ടൻ പഴയ നീലാവണം. അതിനെത്ര ക്യാഷ് ചിലവായാലും കുഴപ്പമില്ല. ബട്ട് എപ്പോഴത്തും പോലെ നിരാശ ആവരുത് ഈ തവണ. ഇല്ല, നിങ്ങളുടെ ഏട്ടനെ പഴയതിൽ ആരോഗ്യവനാക്കി പുതിയ ഒരാളായി മുന്നിൽ നിർത്തി തരും പോരെ? ശ്രീ ആ നേരം കൊണ്ട് റാത്തൂർ അടുത്ത് ചെന്ന് അവനെ പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയം റാവൺ ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞു. വീർ, എൻ്റെ ഏട്ടൻ എഴുന്നേറ്റ് നടന്നിട്ട് മതി കാശി അവനുള്ള കണക്ക് വിട്ടുന്നത്. അതുവരെ അവൻ്റെ കുടുംബക്കാർ മൊത്തം ഇല്ലാണ്ടാവണം. അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. എനിക്കറിയാം എപ്പോ എങ്ങനെ എന്ത് വേണമെന്ന്. എല്ലാം പ്ലാൻ ചെയ്ത പോലെ അതിൻ്റെതായ സമയത്തേന് നടന്നിരിക്കും. മതി. പാറുവിനോട് ഞാൻ പറഞ്ഞല്ലേ ഈ ടൈം നല്ല റെസ്റ്റ് വേണമെന്ന്, ഒപ്പം ഹാപ്പി ആയിരിക്കണമെന്ന്. ഡോക്ടർ മായ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. അവിടെ തന്നെ രഞ്ജിയും കാവ്യയും ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ട് കഴിയുന്നില്ല ഡോക്ടർ. അതെങ്ങനെ പറ്റൂ പാർവതി? നമ്മൾ ശ്രമിച്ചാലല്ലേ തന്നെക്കൊണ്ട് ഇപ്പോഴുള്ള സിറ്റുവേഷൻ അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ എന്ന് നിശ്ചയിക്കുന്നത്. ബട്ട് അത് ശ്രമിക്കാതിരിക്കും തോറും പാർവിന്നല്ല ഉള്ളിലുള്ള കുഞ്ഞിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. ഡോക്ടർക്ക് അറിയാവുന്നതിലെല്ലാം അറിയാം. രഞ്ജ പറഞ്ഞെല്ലാം അറിയാം. മറക്കാൻ പാടാണ് എന്ന് കരുതി പോയവർ ഒരിക്കലും തിരിച്ചു വരില്ല പാർവതി. അപ്പോൾ നമ്മുടെ സന്തോഷം ആഗ്രഹിച്ച് നമുക്കൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കണം. ഇപ്പൊ നിന്നിലൂടെ ഒരു കുരുന്ന ജീവൻ ഈ ലോകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അതിനെ പാറുവായിട്ട് തന്നെ നഷ്ടപ്പെടുത്തണോ? പറ. എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം. ഇവിടെയുള്ള എൻ്റെ കുഞ്ഞ് തന്നെയാണ്, എനിക്ക് ഉറപ്പുണ്ട്. ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇനി പാർവതി മെഡിസിനൊക്കെ കഴിച്ച് ഇവർക്കൊപ്പം ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം. ഇല്ലെങ്കിൽ മുകളിലുള്ള കുഞ്ഞാവും ഇതെല്ലാം കണ്ട് ഏറെ സങ്കടപ്പെടുക. കാശ് വരുമ്പോൾ നമുക്ക് നെട്ടിപ്പിക്കേണ്ട ആളെ. അപ്പോൾ ഞാൻ അടുത്ത മാസം പാർ ചെക്കപ്പിന് വരുന്ന വരെയുള്ള മെഡിസിൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുവരെ ഇതന്നെ ഫോളോ ചെയ്താൽ മതി. പിന്നെ എപ്പോഴും എല്ലാവർക്കൊപ്പം ചേർന്ന് സന്തോഷമായിട്ടിരിക്കണം, കേട്ടല്ലോ? എന്തേലും ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പം വരണം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ അവിടെ രഞ്ജി. തിരിച്ചുള്ള യാത്രയിൽ പാറ കുറച്ചുകൂടെ ഓൾഡാവുകയായിരുന്നു തൻ്റെ മനസ്സും ശരീരവും. അതിന് കാരണം മറ്റൊന്നുമല്ല, ഉള്ളിലുള്ള തൻ്റെ കുഞ്ഞിക്ക് വേണ്ടി. റാത്തൂർ അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിന്നെ തീർക്കാനാണ് കാശി അവരുടെ പ്ലാൻ. ഒപ്പം അതിനു മുന്നേ ഫാമിലി എല്ലാവരെയും തീർക്കണമെന്നും റാവണ അടുത്തുനിന്ന് കേട്ടെല്ലാം തിരിച്ചെത്തിയ ശ്രീജി കാശിയോട് പറയുകയായിരുന്നു. അതവൻ്റെ അതിമോഹമാണ്. എൻ്റെ ഫാമിലി അവൻ തൊട്ടു. അതവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇനി ആ തെറ്റ് അവരെ കൊണ്ട് ചെയ്യിക്കില്ല ഞാൻ. അതിനു മുന്നേ എല്ലാവരും മണ്ണടഞ്ഞു പോയിരിക്കും. കാശി വീരെന്ന് പറയുന്നത് ആരാ? അവനാണ് ഇവന്മാരുടെ കൂട്ടത്തിലെ മെയിൻ. അവൻ എവിടെ നിന്ന് വന്നു?
ആരൊന്നും അറിയില്ല, അതായത് അവൻ്റെ ഫാമിലി, അങ്ങനെയെല്ലാം. ബട്ട് അത് അവരിലുള്ളവർക്കറിയാം. പുറത്തിതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അവനാണ് ഇതിന് പിന്നിൽ എല്ലാ മാസ്റ്റർ പ്ലാന്റെയും തലതൊട്ടപ്പൻ. എൻ്റെ കുഞ്ഞിയുടെ മരണത്തിന് ഉത്തരവാദി പോലും അവനാണ്. പ്രണവ്, അന്ന് ജെനിയുടെ നിശ്ചയത്തിന് എടുത്ത ഒരു പിക്ക് നിന്റെ കയ്യിൽ കിട്ടിയല്ലേ, അതൊന്ന് കാണിക്കുമോ? അതിനെന്താ ശ്രീ, ഈ നേരത്ത് ആവശ്യമുണ്ട്, നീ കാണിക്ക്. എൻ്റെ സംശയം ശരിയാണെങ്കിൽ അതവൻ തന്നെ ആയിരിക്കണം. ഏട്ടൻ ആരെ പറ്റിയാണ് പറയുന്നത്? പ്രണയ് ചോദിക്കുമ്പോൾ ശ്രീ കാശിയെ നോക്കി എന്നിട്ട് പറഞ്ഞു തുടങ്ങി. കാശി പറഞ്ഞില്ലേ രുദ്രവീർ, അവൻ ശരിക്കും രുദ്രവീർ അല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ. നീ എന്താ പറയുന്നത് ശ്രീ? എനിക്ക് വ്യക്തമാവുന്നില്ല. ജെനിയുടെ നിശ്ചയത്തിൽ അവർക്കൊപ്പം നിന്നവന് രുദ്രവീർ സാമീപ്യം തോന്നി എനിക്ക്. ബട്ട് അവൻ്റെ പേര് രുദ്രവീർ എന്നല്ല, ക്രിസ്റ്റി എന്നായിരുന്നു. പക്ക ഒരു അച്ചായൻ. അവനെങ്ങനെ ഹിന്ദുവായി ഇവിടെ വന്നു? ചിലപ്പോൾ ശരിക്കും തോന്നിയതാണെങ്കിലോ? ഈ സമയം പ്രണവ് ആ പിക്ക് തപ്പിയെടുത്ത് ഫോൺ ശ്രീക്ക് കൊടുത്തു. അവൻ്റെ കണ്ണുകൾ ഒരു വേള അതിൽ കുടുങ്ങി നിന്നു. എന്നിട്ടൊരു ചെയ്യോട് കാശിക്ക് നേരെ തിരിച്ചു. ഇതില്ലേ കാശി വീർ? ഇത് തന്നെ ഇവന് ഈ രൂപത്തിൽ ജനിക്കൊപ്പം. അപ്പൊ സംശയം വെറുതെ ആയില്ല, ഇവനെ പാടിന്റെ തോട്ട ചെന്നായിരുന്നല്ലേ? ശ്രീ, എനിക്കിവന്റെ ഫാമിലി ഡീറ്റെയിൽസ് വേണം, എത്രയും വേഗം. ഞാൻ ഇവിടെ നാട്ടുകാരല്ലേ, എന്തായാലും ജെനിയുടെ വീട്ടുകാർക്ക് വേണ്ടപ്പെട്ടവർ അറിയിക്കും. അതാണല്ലോ മോളവന് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത്. കാശി പ്രണവിനെ നോക്കി. നീ ജെനിയെ വിളിക്കണം, എന്നിട്ട് ക്രിസ്റ്റിയുടെ ഫാമിലിയെ പറ്റി ചോദിച്ചറിയണം. അവരുടെ പ്ലേസ്, ഫോൺ നമ്പർ, ഇത് രണ്ടും അല്ലാതെ കിട്ടുകയും വേണം. ഒപ്പം അവൾ എന്തെന്ന് ചോദിച്ചാൽ പിന്നെ പറയാം, ഒരാവശ്യത്തിന് മാത്രമാണെന്ന് പറഞ്ഞാൽ മതി. ഒപ്പം ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നുള്ളത് അവൾ അറിയാനും പാടില്ല. ഓക്കെ ഏട്ടാ. സേവർ ദേഷ്യത്തിൽ ഫോൺ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. എന്നാൽ അവൾക്ക് എത്ര ധൈര്യം വന്നിട്ടാണ് ആ ചെക്കിനെ കെട്ടിയത്. രണ്ടും കൂടി ഒരുമിച്ചുള്ള പിക്ചർ നമ്മൾക്ക് തന്നെ അയച്ചു തരാൻ തോന്നിയത്. അവൾ അധികം നാൾ അവനൊപ്പം സുഖിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല. അവളെയും അവൾക്ക് ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത നമ്മുടെ പുന്നാരെ പെങ്ങളായി കണ്ടു വളർത്തിയിട്ട് ഒരു ഡേഷനൊപ്പം പോയ അവളില്ലേ, അവൾ സ്റ്റെല്ല, അവളെ ഞാൻ നരകിപ്പിക്കും, വേണ്ടി വന്ന കൊല്ലും. സേവർ അത് പറയുമ്പോൾ മുകളിൽ നിന്നുകൊണ്ട് ഇതെല്ലാം മാറിക്കേട്ട് വേദനയുടെ നെഞ്ചിൽ കരങ്ങൾ വെച്ചു. തൻ്റെ മക്കൾ ഇത്രയും അതമ്പതിച്ചു പോയോ എന്നോർത്ത് ആ അമ്മ മനം വേദനിച്ചു. എത്രയും വേഗം ഇത് ജെനിയെ അറിയിച്ച മതിയാവും എന്നവർ തീരുമാനിച്ചു. തുടരെയുള്ള ഫോൺ ബെല്ല് കേട്ടതും ജെനി അലൻ്റെ അമ്മ നോക്കി. മോളുടെ ഫോണല്ലേ റിങ് ചെയ്യുന്നത്, പോയി ആരെ നോക്കിയിട്ട് വാ, ഇനി കുറച്ച് ജോലി കൂടെ ഉള്ളേ ഉള്ളൂ, അത് അമ്മ തന്നെ നോക്കിക്കോളാം. ജെനി അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൂടെ നേരെ ഹോളിലേക്ക് വന്നു. അവിടെ മേശപ്പുറത്തിരിക്കുന്ന തൻ്റെ ഫോണിലെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ പ്രണവ് എന്ന് തെളിഞ്ഞതും അവൾ ഒരു ചിരിയോടെ ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചു. സുഖാണ് നിനക്ക്? ഓ, ഇപ്പോഴെങ്കിലും തിരക്കാൻ തോന്നിയല്ലോ. ഞാൻ പാർ ചേച്ചിയും ജെനി ചേച്ചിയും എത്ര തവണ വിളിച്ചെന്ന് അറിയുമോ? ഒന്നുമില്ലെങ്കിലും ഒരു മെസ്സേജിങ്ങനെ ഇടാമായിരുന്നില്ലേ? എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? എന്തെങ്കിലും